ഹായ് നമസ്കാരം, ഹലോ നമസ്കാരം. ഇന്ന് ഞാനുള്ളത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കോട്ട, സെയിൻറ്റ് ഏഞ്ചലോ കോട്ട എന്ന് പറയുന്ന ഒരു വലിയ കോട്ടയുടെ അകത്താണ് ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഏത് ഇയറിലാണ്? 1505 പോർച്ചുഗീസുകാരുണ്ടാക്കിയ ഒരു വലിയ കോട്ടയാണ്. ശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തോ? ഡച്ചുകാർ പിടിച്ചെടുത്തു. അവരുടെ അടുത്തുനിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തോ? ശേഷം ഇപ്പോൾ നമ്മുടെ കൈക്കലായിരിക്കുകയാണ്. യെസ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ. നല്ല അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. എൻട്രിയുടെ അവിടെ ആണെങ്കിലും അകത്തും എല്ലാം ഇഷ്ടം പോലെ കാഴ്ചക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റിന് 25 രൂപയല്ലേ ഒരാൾക്ക് 25 രൂപയേ ഉള്ളൂ. ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇപ്പം വന്ന് ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ എന്താ പറയണേ, കളർഫുള്ളായിട്ടുള്ള ചരിത്ര സ്മാരകമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മുൻപെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടും കളർഫുള്ളായ കുറച്ച് നല്ല സ്ഥലങ്ങളിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ട് തോന്നുന്ന കളർഫുള്ളായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ, ഇതും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ മസ്റ്റായിട്ട്, നമ്മൾ കേരളത്തിലുള്ള നമ്മൾ മലയാളികളാണെങ്കിലും ഉറപ്പായിട്ടും കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. എന്താണ് ചരിത്രം, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ആണെങ്കിലും, പഠിക്കുന്ന കുട്ടികളെ കൊണ്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പേരൻസും വിസിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് കയറി വരുമ്പോൾ ഉള്ള എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞിട്ടുള്ള ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 25 രൂപ ടിക്കറ്റ് 2 പേർക്ക് കൊടുത്തു. ശേഷം നമ്മൾ കാറിൻ്റെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് ടിക്കറ്റ്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മാപ്പാണ്. അതുപോലെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചരിത്രവും ഒക്കെ ഹിന്ദിയിലാണ് എഴുതിയേക്കുന്നത്. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് 3 ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യക്കാരും ഒക്കെ കുറേ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാറുള്ളതാണ്. സോ വരുമ്പോൾ എല്ലാവർക്കും ഭാഷ മനസ്സിലാവണ്ടേ അല്ലേ? കേരള സർക്കാർ ടൂറിസം വകുപ്പ്. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഉള്ളിലേക്ക് പോവാം. ഇതിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? ഇതിൻ്റെ മുകളിലൊന്നുമില്ല. ബാ ഇതാണ് ഇതിൻ്റെ മെയിൻ കവാടം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. ടിക്കറ്റ് കാണിക്കാതെ അകത്തേക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ് ഇറങ്ങുന്നോടം വരെ കയ്യിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ തൊട്ടാണ് കോട്ടയുടെ സ്റ്റാർട്ടിങ്.
ഓ നല്ല വെയിലാ കൊടയിൽ വന്നേ. അന്നെ നല്ല സുഖല്ലേ? അയ്യോ അതല്ല, നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് പറഞ്ഞ. ആ അതാ ഉദ്ദേശിച്ചേ. പണ്ടത്തെ ജയിലാട്ടോ ഇത്. ഏത് വർഷം ഉണ്ടാക്കിയെന്നാ പറഞ്ഞേ? 1505 ആദ്യം കോട്ട വന്നത്. തടി കൊണ്ട്. അത് കഴിഞ്ഞ് 1507 മറ്റേ ഇങ്ങനെ വെട്ടുകല്ലിന്റെ ചെങ്കലിന്റെ കോട്ട പണിയാൻ തുടങ്ങി. ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോണ്ടല്ല നല്ല തണുപ്പ്. പണ്ടത്തെ ജയിൽ പുള്ളികളൊക്കെ ഇതിൻ്റെ അത് നല്ല സുഖമായിട്ടാ, നല്ല എ സിക്കകത്തിരിക്കുന്ന പോലെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ പുറത്തുനിന്ന് ഇങ്ങ് കയറിയപ്പോൾ നല്ല തണുപ്പ്. സുഖിച്ച് കിടക്കായിരുന്നിരിക്കും ഇന്നത്തെ ആൾക്കാർ. വെട്ടുകല്ലും കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഇത്രയും തണുപ്പ്. ചെങ്കല്ല്. ഓ ഇവിടെ ചെങ്കല്ലാണ്. ഈ കിടക്കുന്നത് എന്താന്ന് മനസ്സിലായോ? ഇതാണ് പീരങ്കിയുടെ ഉണ്ട. നീ കൊപ്രയാന്ന് പറഞ്ഞത്. അകലെ നോക്കിയപ്പോ കൊപ്ര കിടക്കണ പോലെ നീ. അയ്യോ എന്തൂരുവാ ഈ ഒരു ഇത്. ഈ കെട്ടിടം നിറച്ചുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഞാൻ ആ ജനലിന് നോക്കിയപ്പോഴത്തേക്കും പൊങ്ങിക്കിടക്കുന്നുണ്ട്. അയ്യോ അവിടെ എന്താ ഉള്ളേ? ഈ കോട്ടയുടെ അപ്പുറത്ത് കാണുന്ന കടലാണ് കേട്ടോ ഇത്. നമ്മൾ ഈ കവാടം കഴിഞ്ഞ് അകത്ത് കയറി. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. വാ. അനുവ വരുന്നുണ്ടോ? ഒരുത്തര വരുന്നുണ്ടോ? അനുവ ഒരുത്തര വരുന്നുണ്ട്. അങ്ങോട്ട് വരികയല്ലെങ്കിൽ പോകണ്ട. കടലിൻ്റെ അവിടെ നന്നായിട്ട് തിര ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളവിടെ നിന്നു. തിര നന്നായിട്ട് ആഞ്ഞടിക്കുന്ന നേരത്ത് ഞാൻ ഓടുമാറും. പിന്നെ നമ്മളവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹെലികോപ്റ്ററൊക്കെ പോകുന്നു. വീണ്ടും നമ്മൾ കോട്ടയുടെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ വാക്ക് വേ ആണ്. ഇതിൽ കൂടെ നടന്നാണ് നമ്മൾ ഈ കോട്ട ചുറ്റി കാണുന്നത്. നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ എവിടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒറ്റയ്ക്ക് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചാലും എല്ലായിടത്തും ആളുണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് ഈ ഒരു ചേർച്ചാണ്. ആ നോട്ടീസ് ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പണ്ടത്തെ ആ ഒരു ചേർച്ചിൻ്റെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഒന്നുകൂടെ കാണിച്ചേ. ഇത് കംപ്ലീറ്റ് ജയിലാണെന്ന് തോന്നുന്നത്.
പണ്ട് ഇവിടെ നിന്ന് ദൂരേക്ക് ഈ വെടിവെക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിരുന്നതായിരുന്നു ഈ ഒരു പീരങ്കി. ഓരോ മതിലിൻ്റെ ഇടയ്ക്കും പീരങ്കി പീരങ്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ കെട്ടിടങ്ങളുടെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ അകത്താണെങ്കിലും. ഇത് ഞാൻ ഏതോ 1-2 സിനിമയിൽ ഈ ഒരു സ്ഥലം കണ്ട പോലെ ഒരു ഓർമ്മ. അതാണോ എന്ന് എനിക്ക് കൺഫേം അല്ല. ജയറാമിൻ്റെ ഒരു പടത്തിൽ ഓ സൈനബ എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ ഉള്ളത് ഇതുപോലെ തന്നെ ഒരു സ്ഥലമാണ് അതിലും ഉള്ളത്. എനിക്കപ്പം ഇവിടെ കയറിയപ്പോൾ ആ പാട്ടാണ് ഓർമ്മ വന്നത്. ആ സെയിം ലൊക്കേഷൻ പോലെ എനിക്ക് തോന്നി. ഇടയ്ക്ക് ഒരു കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ ഈ കടൽ തീരം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഞാനിപ്പോൾ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇവിടെ കുറച്ച് നേരം വന്ന് നിന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഈ തീരം ഇങ്ങനെ ആഞ്ഞടിക്കുന്നത് കാണാൻ കണ്ടു നിൽക്കാൻ ഒരു രസം. ദേ ആ കവാടത്തിൽ കൂടെയാണ് ഞാൻ കയറി അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇപ്പോൾ സമയം ഏകദേശം എത്രയായി? 4 മണിയോ? 4:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങാൻ നേരമായിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇനി വീണ്ടും കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണം ഇന്നും നാളെയൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കമൻസൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ ഉറപ്പായിട്ടും രേഖപ്പെടുത്തണം. എന്താണെന്നുള്ളത് എന്തെങ്കിലും സജഷൻസ്, ഞാൻ വീഡിയോയിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള എന്ത് തരത്തിലുള്ള സ്ഥലങ്ങളാണ്, എന്തൊക്കെ സജഷൻസാണ് നിങ്ങൾക്കുള്ളത്. കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അതെന്നോട് പറയണം. എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞ സജഷൻസൊക്കെ ഞാൻ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ അത് തിരുത്താറുണ്ട് ഓരോ സജഷൻസ് പറയുമ്പോൾ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ണൂരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും അടുത്ത ജില്ലകളിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.